കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം അത് എത്ര രാഷ്ട്രീയ കേരളം അത്ര ചർച്ച ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. എങ്കിലും നമുക്കത് പറയാതിരിക്കാൻ വഴിയ. കാരണം എന്താണെന്ന് വെച്ചാൽ CPM നേതാവ് കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കാണാൻ പോകുന്നു. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായത് എന്താണെന്ന് വെച്ചാൽ ഹെൽമെറ്റ് വെക്കാതെ പോയി, സ്കൂട്ടറിൽ പോയി. ഇതൊക്കെയാണ് വലിയ ചർച്ചയായത്. സ്കൂട്ടറിൽ പോകാത്തതിന് പെറ്റിയടിക്കണോ എന്നുള്ളതൊന്നല്ല ഇവിടെ വിഷയം. ഈ ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച, ആ ഒരു സാഹചര്യം എന്താണെന്നുള്ളത്. അതിൻ്റെ തലേ ദിവസമാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കുന്നത്. അപ്പോൾ ഈ കേസെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ PS പ്രശാന്തിനെയും കടകംപള്ളി സുരേന്ദ്രനെയും ഒരുമിച്ചിരുത്തി മുമ്പ് നേരത്തെ ചോദ്യം ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായതാണ്. അങ്ങനെ ഒരാൾ PS പ്രശാന്തിനെ പ്രതിയാക്കുന്നു. പിറ്റേ ദിവസം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ രമേശ് ചെന്നിത്തല കാണാൻ പോകുന്നു. ഇതൊക്കെ കൂടിയാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്തുള്ള ഒരു പ്രധാന സംഭവം. പക്ഷേ ചർച്ചയാവുന്നത് ഹെൽമെറ്റ് വെക്കാത്തതിനും പെറ്റിയടിക്കാത്തതിനും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ കാര്യം അധികം ആരും അങ്ങ് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അല്ല, ഈ ഒരു വിഷയം രാഷ്ട്രീയ കേരളം അത്രത്തോളം വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യുന്നില്ല. എല്ലാ വിഷയവും നമുക്കറിയാം, എല്ലാ വിഷയവും ഇപ്പൊ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ ഷർട്ട് കീറിപ്പോയാൽ അതുവരെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യുന്ന സമയത്താണ് രാഷ്ട്രീയ കേരളം ഈ ഒരു വിഷയത്തെ വലിയ രീതിയിൽ ചർച്ച ചെയ്യാതെ വിടുന്നത്. പിന്നെ ചേട്ടൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം സ്കൂട്ടിയിലാണ് പോയത്, ഡ്രൈവർ ഇല്ലായിരുന്നു എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. ഹെൽമെറ്റ് വെച്ചിരുന്നില്ല, അത് അത്ര വലിയ കാര്യമല്ല എന്ന് പറയാൻ കഴിയില്ല. അത് യൂത്ത് കോൺഗ്രസ് അടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിന്റെ അകത്ത് ജനപ്രതിനിധിയായിരുന്ന ഒരു വ്യക്തി നിയമങ്ങൾ പാലിക്കേണ്ടത്, അല്ലെങ്കിൽ നിയമങ്ങൾ പാലിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അല്ലെങ്കിൽ പറയുമ്പോൾ തന്നെ പോലീസുകാരായാലും ട്രാഫിക് പോലീസിലുള്ളവരടക്കം പറയുന്നത് എന്താണ്? നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഹെൽമെറ്റ് വെക്കാൻ പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് MLA-യും മന്ത്രിയും ഒക്കെ ആയിരുന്ന ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്ന് പറയുന്നത് വലിയൊരു കുറ്റം തന്നെയാണ്. അത് ചൂണ്ടിക്കാണിക്കാൻ സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ചെയ്ത ആ തെറ്റിനെ പറ്റി. അപ്പൊ അത് ചൂണ്ടിക്കാണിച്ചത് ശരിയാണ് എന്ന് പറയുമ്പോൾ മറുവശത്ത് എന്തിനാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെ കടകംപള്ളി സുരേന്ദ്രൻ രാവിലെ പോയി കാണുന്നത്? അത് വെറും സൗഹൃദം പുതുക്കാൻ വേണ്ടിയാണോ? ശബരിമല സ്വർണ്ണക്കൊള്ള ഇത്രയും കത്തി നിൽക്കുന്ന സമയത്ത് അത്തരം ഒരു വെറും സൗഹൃദം പുതുക്കലാണ് എന്ന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ വിശ്വസിക്കുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ളത് തന്നെയാണ് SIT. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇത്രയും മന്ദഗതിയിൽ പോകാൻ കാരണം എന്ന് പറയുന്നത് അന്നത്തെ ഭരണം എന്ന് പറയുന്നത് LDF സർക്കാരിന്റെ കയ്യിലായിരുന്നു. അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനായിരുന്നു. അദ്ദേഹത്തിന്റെ പോലീസ് തന്നെയായിരുന്നു SIT. നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഏത് തരത്തിലാണ്? വളരെ മന്ദഗതിയിൽ പോകുന്നു. ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം വരുന്നു, വീണ്ടും കേസ്, 1-2 അറസ്റ്റുകൾ ഉണ്ടാകുന്നു. അല്ല, ഈ പുതിയ ഭരണം വന്നപ്പോൾ ജനങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം പുതിയ സർക്കാരിനെ, അതായത് UDF സർക്കാരിനെ അധികാരത്തിലെത്തിയതിൽ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് സ്വർണ്ണക്കൊള്ളയിൽ കാര്യമായിട്ടുള്ള ഒരു ഉഴപ്പൻ സമീപനമാണ് സ്വീകരിച്ചെന്നുള്ള പൊതുവെ ഒരു വിലയിരുത്തലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ചർച്ച വീണ്ടും വന്നതോടുകൂടിയാണ്. കാരണം UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം VD സതീശൻ ഓരോ ദിവസം അന്ന് മുതൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യാണ്. അതായത് LDF സർക്കാർ ചെയ്ത മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതൊക്കെ തിരുത്തിക്കൊണ്ട് മുന്നേ ചെയ്യുന്ന നടപടികൾ എടുക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഓരോന്നായിട്ട് ഒരു മാസം കൊണ്ട് എണ്ണം ഇട്ട് അവർ നടത്തിക്കൊണ്ടുപോകും. നേരത്തെ പ്രഖ്യാപിച്ച VD സതീശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും വിടാതെ ഓരോ ദിവസമായിട്ട് ഇത് നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പ്രധാനപ്പെട്ട ഒരു സംഭവം, സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ ഒരു കാര്യമായിട്ടുള്ള ഒരു നടപടി ഒന്നും എടുക്കുന്നില്ല എന്നുള്ളൊരു ചർച്ച ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു കേസ് SIT വീണ്ടും ഒന്ന് ഉഷാറായിട്ട് പ്രതി ചേർക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല, അതിന്റെ അകത്തൊരു കാര്യമുണ്ട്. നിയമവശം മാറ്റി നിർത്തിയാൽ കേരളത്തിലെ വിശ്വാസി സമൂഹം വിശ്വസിക്കുന്നത് ശബരിമല അയ്യന്റെ സ്വർണം ആര് കട്ടിട്ടുണ്ടോ അവർ ഗതി പിടിക്കില്ല എന്ന ഒരു വിശ്വാസി സമൂഹത്തിനുണ്ട്. ഞാൻ പറയുന്നത് അത് നിയമപരമായിട്ടുള്ള ഒരു വശമല്ല. നമ്മൾ പറയുന്ന പല ഐതിഹ്യങ്ങളും കൊണ്ടാണല്ലോ സ്ത്രീകൾ ശബരിമലയിൽ കയറരുതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ശബരിമലയിൽ എപ്പോഴൊക്കെ തൊട്ട് കളിച്ചിട്ടുണ്ടോ, അത് ഏത് പാർട്ടിയാണ്, പ്രത്യേകിച്ച് CPM ആണ് എല്ലാ തവണയും തൊട്ട് കളിക്കാറ്, അപ്പോഴൊക്കെ CPM-ന്റെ കൈ പൊള്ളിയിട്ടുമുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ പരാജയം എന്ന് പറയുന്നത് ശബരിമല വിഷയം തന്നെയായിരുന്നു. കേരളം ഒന്നടങ്കം, അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തെ മുഴുവൻ പറ്റിച്ചുകൊണ്ട് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു, തൊട്ട് പിന്നാലെ വന്ന സ്വർണ്ണക്കൊള്ള. ഈ വിഷയം പുതിയ സർക്കാർ മാറി വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പുതിയ സർക്കാർ ശബരിമല അയ്യന്റെ സ്വർണം കട്ടത് ആരാണ് എന്ന് കണ്ടുപിടിക്കുമെന്നുള്ളത്. ദേവസ്വം വകുപ്പ് മന്ത്രിയായി വന്നത് ഒരു വിശ്വാസിയായ K മുരളീധരൻ ആയതുകൊണ്ട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ സർക്കാർ വരുന്ന ആദ്യ മാസത്തിലൊന്നും വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നുണ്ടായിരുന്നു. ഹൈക്കോടതിയുടെ കയ്യിലാണ് കാര്യങ്ങൾ എന്നൊക്കെയുള്ള കാര്യം. ഇപ്പൊ SIT വീണ്ടും കേസുമായി മുന്നോട്ട് പോകുമ്പോൾ
പത്മകുമാറിനെ അടക്കമുള്ള വിഷയങ്ങൾ പത്മകുമാറിനെ തള്ളി പറയാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇന്നും CPM വലിയ പരാജയത്തിന് കാരണം പത്മകുമാർ ആണ് എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും പത്മകുമാറിനെ തള്ളാൻ പാർട്ടി തയ്യാറാവുന്നില്ല. MV ഗോവിന്ദൻ തന്നെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പത്മകുമാർ പാർട്ടിക്കെതിരെ വാ തുറന്നപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞത് ശബരിമല അയ്യന്റെ സ്വർണം കട്ടവർക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യം പാർട്ടിക്കോ എനിക്കോ ഇല്ലെന്നാണ്. എന്നിട്ടും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ധൈര്യം ഇന്നും പാർട്ടി കാണിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒരു വശത്ത് നിൽക്കുമ്പോൾ, മറുവശത്ത് അന്നത്തെ ദേവസ്വം വകുപ്പ് പ്രസിഡന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന PS പ്രശാന്ത് ആദ്യം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം വരുമ്പോൾ PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ്. അദ്ദേഹം എടുത്തൊരു നിലപാടുണ്ട്, ഇത് വലിയ കേസൊന്നുമല്ല, ഇത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ വീണ്ടും കേസുമായി അല്ലെങ്കിൽ SIT കേസുമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ആദ്യം ഒരു ധൈര്യം ഉണ്ടായിരുന്നു, പിന്നീട് ധൈര്യം ചോരുന്നത് നമ്മൾ കണ്ടതാണ്. PS പ്രശാന്തിനെ ആദ്യം ചോദ്യം ചെയ്യുമ്പോൾ PS പ്രശാന്തിനെയും കടകംപള്ളി സുരേന്ദ്രനെയും ഒരുമിച്ചാണ് ചോദ്യം ചെയ്യുന്നത്. അത് ചോദ്യം ചെയ്ത ആ ദിവസം തന്നെ അത് മാധ്യമങ്ങൾ അറിയുന്നതുമില്ല. പിന്നീടാണ് കേസ് വളരെ മന്ദഗതിയിൽ പോകുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, ചോദ്യം ചെയ്യുന്നു, അത് മാധ്യമങ്ങൾ അറിയുന്നത് പിന്നീട് ഈ കേസിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. കേസ് വളരെ മന്ദഗതിയിൽ പോകുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പുകൾ വരുന്നു, കേസ് അങ്ങ് ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ലാതെ തന്നെ കേസ് മുന്നോട്ട് പോകുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പ്രതി ചേർത്തിട്ടുള്ളതെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനും പ്രതിയാകുമെന്ന് പറയുന്നില്ല. ദൈവതുല്യർ എന്ന് പറയുന്നത്, ദൈവതുല്യൻ അല്ലെങ്കിൽ ദൈവതുല്യർ കടകംപള്ളി സുരേന്ദ്രനാണോ എന്ന്, കടകംപള്ളി സുരേന്ദ്രന്റെ പേരെടുത്ത് പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി പോകാനാകില്ല. അതുകൊണ്ട് തന്നെയാണോ അദ്ദേഹം രമേശ് ചെന്നിത്തലയെ വന്ന് കണ്ടത്? അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള വിവാദം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ കടകംപള്ളിയുടെ പേര് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. കടകംപള്ളിയിലേക്ക് പോകുമ്പോൾ അതിന്റെ പിന്നാലെയാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നതും. പിന്നെ ഒരു പ്രാവശ്യം കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു, എന്നെ സ്വർണം കട്ടവനെന്ന് വിളിക്കരുത്, എനിക്കിതിലൊരു പങ്കുമില്ല എന്ന് പറയുകയും അത് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. അന്നൊപ്പം ചോദ്യം ചെയ്ത ആളാണ് PS പ്രശാന്ത്. അതോടുകൂടി ചോദ്യം ചെയ്തതോടുകൂടി വീണ്ടും കടകംപള്ളിക്കെതിരെയാണ് തിരിയുന്നത് ഈ സംഭവമൊക്കെ. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഇതുമായിട്ട് കൂടുതൽ അറിയില്ലെങ്കിലും ചോദ്യം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. അതിന്റെ പിന്നാലെ ഇപ്പൊ വീണ്ടും അതിനുശേഷം കടകംപള്ളി ഒന്ന് മാറി നിന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും രമേശ് ചെന്നിത്തലയെ കാണാൻ പോകുന്നു. ഈ രമേശ് ചെന്നിത്തലയെ കാണാൻ പോകുന്നത് കാറിലല്ല പോവാ. ഈ അവിടെ കാണാൻ പോയിട്ട് മാധ്യമങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ ഈ എന്തുകൊണ്ട് കാറിൽ വന്നില്ല, ടൂ വീലറിൽ വന്നു, അതൊക്കെയാണ് ചോദിക്കുന്നത്. ഹെൽമെറ്റ് ഇട്ടില്ല, അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോ കാറിൽ വരാത്തത് അത് ചോദിക്കുമ്പോ പറയുന്നത് വ്യക്തിപരമായ സന്ദർശനം അങ്ങനെ എന്തോ പറഞ്ഞു, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ചർച്ച മാറ്റിയിട്ട് ഹെൽമെറ്റ് ഇടാത്തതിനെ കുറിച്ചും പിന്നെ ടൂ വീലറിൽ വന്നതിനെ കുറിച്ചൊക്കെയാണ് കൂടുതലായിട്ട് ചർച്ച പോകുന്നത്. അതൊരു വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമം കൂടി ആയിരിക്കും എന്നുള്ളതാണ്. അല്ല, CPM-നും LDF-നും പത്മകുമാറിനെ തള്ളി പറഞ്ഞാൽ ഉന്നതൻ അല്ലെങ്കിൽ ദൈവതുല്യന്റെ പേര് പുറത്തു വരുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പത്മകുമാറിനെ തള്ളി പറയാത്തതെന്ന് കേരള പൊതുസമൂഹത്തിന് പൂർണ്ണമായി അറിയാം. പക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമാണ് SIT-യുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രശാന്തിന്റെ പേരിൽ പ്രതി ചേർക്കുന്നു. പ്രശാന്ത് ഇദ്ദേഹത്തിന്റെ പേര് പറയുമോ, അല്ലെങ്കിൽ നമുക്കറിയില്ല, പക്ഷെ ഇദ്ദേഹത്തിന്റെ പേര് പറയുമോ? അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയെ കാണാൻ പോകുന്നത്. കാര്യം ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കാണണമെങ്കിൽ ആ ദേവസ്വം വകുപ്പുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ കൂടി K മുരളീധരൻ ഇതിൽ അധികം ഒന്നും ചെയ്യാൻ കഴിയില്ല. കാര്യം അദ്ദേഹം ദേവസ്വം വകുപ്പ് മന്ത്രിയാണെങ്കിലും ഇതിൽ ചെയ്യാൻ കഴിയുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് മാത്രമാണ്. കാര്യം SIT എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ളതാണ്. അപ്പൊ ഇദ്ദേഹം എന്തിനു കാണാൻ ചെന്നു എന്നൊരു ചോദ്യമുണ്ട്. രമേശ് ചെന്നിത്തലയും അതിന് വ്യക്തമായ ഒരു മറുപടി പറയുന്നില്ല, കടകംപള്ളി സുരേന്ദ്രനും പറഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ കാര്യം കടകംപള്ളി സുരേന്ദ്രൻ പരാജയപ്പെട്ടു, സഭ കൂടുന്ന സമയമാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രി ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് PS പ്രശാന്തിനെ പ്രതി ചേർത്തതിന് തൊട്ടു പിന്നാലെ കടകംപള്ളി സുരേന്ദ്രൻ കാണുന്നത് ഒരു വെറും സൗഹൃദ കൂട്ടുകെട്ട് അല്ലെങ്കിൽ സൗഹൃദം പുതുക്കാനാണോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓപ്പറേഷൻ തൂഫാനുമായിട്ട് രമേശ് ചെന്നിത്തല മുന്നോട്ട് പോകുന്നത് എല്ലാവരും ഒരു പരിഗണനയും കൊടുക്കാതെയാണ്. കാരണം എല്ലാവർക്കും ആരാണോ തെറ്റ് ചെയ്യുന്നത് അവർക്കെതിരെയൊക്കെ നടപടി എടുത്തുകൊണ്ടാണ് പോകുന്നത്. നേരത്തെ രമേശ് ചെന്നിത്തല കുറച്ചൊരു പരിഗണന നൽകുന്ന ആളാണ്, എങ്ങനെ ഒക്കെ കണ്ടൊക്കെ ചെയ്യുന്നതാണ്, അങ്ങനെയുള്ള ഒരു വാദങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. എങ്കിലും പക്ഷെ ഇത്തവണ ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ചപ്പോഴും പലർക്കും സംശയമായിരുന്നു, ഇത് ഇത്ര വലിയ ആൾക്കാരെ കൊമ്പന്മാരെ ഒന്നും പിടിക്കില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലായിടത്തും ഒരേപോലെ സെർച്ച് ചെയ്യും, ഒരുപാട് പേര് കേസെടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് രമേശ് ചെന്നിത്തല നല്ല ഗ്രാഫൊക്കെ ഉയർത്തി ഹൈപ്പിൽ നിൽക്കുമ്പോൾ ആ സമയത്ത് അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കൊള്ള വിവാദത്തിലും അടുത്ത ഒരു തന്റെ നേർക്ക് വീണ്ടും വരുമോ എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ കാണാൻ പോയതെന്ന് തോന്നുന്നു. അല്ല, അതായിരിക്കണം കാരണം. പക്ഷെ ഇതിന്റെ അകത്തൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ
എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ സഹായം രാഷ്ട്രീയമായി ഇവർക്ക് ചെയ്തു കൊടുക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അതോടുകൂടി UDF-ലുള്ള ആരുടെയെങ്കിലും പേര് ഇതിലേക്ക് പരാമർശിക്കപ്പെടുമോ, അല്ല അത്തരം ഭയങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഒരു കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ, മറ്റൊരു വിഷയത്തിൽ ഞാൻ പറയുന്നില്ല, ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സഹായം ചെയ്യുകയാണ് എങ്കിൽ ഇത് ഈ സർക്കാരിനെ 5 വർഷം പോലും പൂർത്തിയാക്കാതെ തന്നെ അല്ലെങ്കിൽ പുറത്താക്കുന്ന, അല്ലെങ്കിൽ ഈ സർക്കാരിന് 5 വർഷം ഭരിക്കാൻ കഴിയും, അത് ഏറ്റവും പരാജയപ്പെട്ട അല്ലെങ്കിൽ നാണം കെട്ട ഒരു ഭരണമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴുള്ള ഒരു വിലയിരുത്തലും അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു പിന്തുണയും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസരം കൂടി വരും. എന്തായാലും രമേശ് ചെന്നിത്തല ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് മാധ്യമങ്ങളോട് പറയും എന്നുള്ള ഒരു പ്രതീക്ഷിക്കാം നമുക്ക്.